1932 കേരള ഫ്ലൈയിംഗ് ക്ലബിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്ഥാപിതമാകുന്നത്. 1991 ജനുവരി 1 തിരുവനന്തപുരം വിമാനത്താവളത്തിന് രാജ്യാന്തര പദവി ലഭിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 5ാമത്തേതുമായ രാജ്യാന്തര വിമാനത്താവളമാണ് തിരുവനന്തപുരത്തേത്. ഇപ്പോൾ ഈ വിമാനത്താവളത്തെ തകർക്കാൻ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നഗരാസൂത്രണ വിദഗ്ധൻ അനിൽകുമാർ പണ്ടാല സാറാണ് ഒപ്പമുള്ളത്. സാർ, ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വികസനം ഇല്ലാതാക്കാൻ ഒരു ലോബി യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നുണ്ടോ? ആരാണ് ആ ലോബി? പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1991 ഇതിന് അന്താരാഷ്ട്ര പദവി കിട്ടിയ അന്ന് മുതൽ, അഥവാ അതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, അന്ന് മുതൽ തുടങ്ങിയതാണ്. പക്ഷെ ഞാനിത് 75 തൊട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ 1975 തൊട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ച് വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, 91 ഇത് അന്താരാഷ്ട്ര വിമാനത്താവളമായപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. കാരണം കൊച്ചി വിമാനത്താവളം 53 ഫസ്റ്റ് ഫ്ലൈറ്റ് റിസീവ് ചെയ്ത കൊച്ചി വിമാനത്താവളത്തിൻ്റെ പരിമിതികൾ കാരണം കൊച്ചിയിൽ വിമാനത്താവളം അടുത്തെങ്ങും വരില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. നെടുമ്പാശ്ശേരി ആദ്യം, പിന്നെ എടക്കാട്ടുവയൽ നോക്കി, പിന്നെ അരൂർ നോക്കി, പിന്നെ അത് കഴിഞ്ഞ് മാളയിൽ നോക്കി. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ അവസാനം തിരുവനന്തപുരം തന്നെ ഡെവലപ്പ് ചെയ്യാമെന്ന് നാഷണൽ ലെവലിൽ ഒരു തീരുമാനമെടുക്കുകയും ചാങ്കി എയർപോർട്ട് അതോറിറ്റി തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യാൻ വന്നതുമാണ്. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ട് അതോറിറ്റി തിരുവനന്തപുരം എയർപോർട്ട് ഒരു ഹബ്ബായി ഡെവലപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ അതിനെ അന്നത്തെ സെൻട്രൽ നേതൃത്വം, കേന്ദ്ര നേതൃത്വം അതിനെ തമിഴ്നാട്ടിലേക്ക്, അഥവാ ഇവിടെ പ്രശ്നങ്ങൾ കാരണം ഇവിടെ എടക്കാട്ടുവയൽ, മാള, അരൂർ എന്നൊക്കെ പറഞ്ഞ് അടിയിട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ ചെന്നൈ വിമാനത്താവളം എടുത്ത് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിൽ പോയി. അന്ന് കേന്ദ്രവും തമിഴ്നാടുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം അതും തടസ്സമുണ്ടായി. അങ്ങനെയാണ് അവർ പോയി കൊളംബോ ഡെവലപ്പ് ചെയ്യാൻ കാര്യം. കൊളംബോയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതൊരു വേറൊരു കഥ, നമ്മളതിലേക്ക് വരണ്ട. പക്ഷേ 91 ഇത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സ്റ്റേറ്റസ് കിട്ടിയപ്പോൾ നമ്മളൊന്ന് സന്തോഷിച്ചു. കാരണം ഒരു 7-8 വർഷം, നെടുമ്പാശ്ശേരി വരുന്നതിന് മുമ്പ് ഒരു 7-8 വർഷം നമുക്ക് കിട്ടും. ആ കാലഘട്ടത്തിൽ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ട്രാഫിക് ബിൽഡ് ചെയ്യാം എന്നുള്ളത്. ഒരു കാര്യം ഇതിൽ പറയേണ്ട, ഏത് ബിസിനസ്സായാലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പോലെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റിൽ നമുക്കൊരു ഷെയർ, നമുക്കെല്ലാം വേണ്ട, ഒരു ഷെയർ കിട്ടുകയാണെങ്കിൽ തന്നെ അത് നല്ലവണ്ണം ഡെവലപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ ഈ 91 അന്താരാഷ്ട്ര പദവി പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്തിന് കിട്ടിയത്. പിന്നെ പ്രധാനമന്ത്രി അന്ന് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ വെച്ചൊരു മീറ്റിങ്ങിൽ ശ്രീ VP സിംഗ് അദ്ദേഹം പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുകയുണ്ടായത്. അത് കേരളത്തിലെ ഒരു ലോബിയും, ഈ നേരത്തെ പറഞ്ഞ ഈ ലോബി ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് ഞാൻ പറയാൻ പോവുകയാണ്, അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത് അനൗൺസ് ചെയ്തതോടുകൂടി ഈ ലോബിക്ക് പെട്ടെന്ന് ഉണർവുണ്ടായി. അവർ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അത് ഈ ലോബി ഇനി ആരാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും കൊച്ചി ലോബി തന്നെയാണ്. ഓക്കെ, അവരുടെ ആ സ്ഥാപിത താല്പര്യം ഉണ്ടാവുമല്ലോ, എന്താണത്? ഇമ്പാർഷ്യലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലുടനീളം യാത്രക്കാരുണ്ട്. നമ്മുടെ അന്ന് തന്നെ ഈ ഗൾഫ് ട്രാഫിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ആഴ്ചയിൽ 77 ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് 3 എണ്ണേ ഉള്ളൂ. അഥവാ 3 അല്ല, 21 എണ്ണം. ഒരു ദിവസം 3 എണ്ണം വെച്ച് 7 3 21 എണ്ണേ ഉള്ളൂ. മറ്റേത് 77 ഫ്ലൈറ്റ്സോളം ഉണ്ടായിരുന്നു അന്ന്. അപ്പം തീർച്ചയായിട്ടും അന്താരാഷ്ട്ര യാത്രയ്ക്ക് വേണ്ടിയിട്ട് അത് കൂടുതലെല്ലാം ഗൾഫാണ്. സിംഗപ്പൂർ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേറൊരു കഥയാണ്, അതിലേക്ക് നമുക്കിപ്പോൾ കിടക്കാൻ കഴിയില്ല. ബാക്കിയെല്ലാം ഗൾഫ് മേഖലയിലേക്കുള്ള ഫ്ലൈറ്റ്സ് ആയിരുന്നു. ആ ഫ്ലൈറ്റ്സിൽ യാത്രക്കാരുടെ ശരാശരി പേഴ്സൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 60-70% യാത്രക്കാർ കൊല്ലത്തിനപ്പുറം ഉള്ളവരായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിമാൻഡുണ്ട് നമുക്ക് കേരളത്തിലെ മറ്റ് ഏതെങ്കിലും ഒരു എയർപോർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്. അത് മലബാറായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന്, എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട്, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് വെച്ചിട്ട്.
അത് ആധികാരികമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു. അന്ന് തന്നെ നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ട്രെയിനെല്ലാം ഇവർ വന്ന് വലിയ വലിയ ബാഗേജുമായിട്ട് കണ്ണൂർ എക്സ്പ്രസ്സിലും മലബാർ എക്സ്പ്രസ്സിലും ഒക്കെ യാത്ര ചെയ്ത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും വേറൊരു എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഡിമാൻഡ് തീർച്ചയായിട്ടും കൊച്ചിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം എന്താണ്, കേരളത്തിൻ്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാവുന്നത് കൊച്ചി തന്നെയാണ്. അന്നും അതെ ഇന്നും അതെ. അങ്ങനെ അവിടെ യാത്രക്കാരുടെ എണ്ണം കൂടുതലുണ്ട്, അഥവാ യാത്രക്കാർ നല്ല ഒരു ട്രാവലേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൊച്ചിയിൽ എയർപോർട്ട് വേണം. മാത്രവുമല്ല INS ഗരുഡ നേവൽ എയർപോർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ നേവൽ എയർപോർട്ടിൻ്റെ പരിമിതി കാരണം അവിടെ ബോയിങ് 737 കൂടുതൽ എക്യുപ്മെൻ്റ് അഥവാ എയർക്രാഫ്റ്റ്സ് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് എയർബസ് A330 എന്ന് പറയുന്ന വൈറ്റ് ബോഡി ജെറ്റാണ് ഇറങ്ങുന്നത്. കൊച്ചിയിൽ ഈ 737 എന്ന് പറയുന്നത് സിംഗിൾ ഐൽ എയർക്രാഫ്റ്റാണ്, മറ്റേ ഡബിൾ ഐൽ എയർക്രാഫ്റ്റാണ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലൊരു എയർപോർട്ട് എന്നുള്ള ഇത് വന്നത്. അപ്പോൾ കൊച്ചിയിൽ എയർപോർട്ട് വരണമെങ്കിൽ ഇവിടാണ് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം വരേണ്ടത്. ഒരു പ്രദേശത്തെ നശിപ്പിച്ചിട്ടല്ല വേറൊരു പ്രദേശം ഡെവലപ്പ് ചെയ്യേണ്ടത്. രണ്ടിനും ഡെവലപ്പ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡല്ല ഈ കൊച്ചിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെടുത്തത്. തിരുവനന്തപുരത്തിനെ അടിച്ചമർത്തി അത് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ള, ഇന്നും അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരെടുക്കുന്നത്. അത് ശരിയല്ല. ഇപ്പോൾ കോട്ടയം, തിരുവല്ല, എറണാകുളം, തൃശ്ശൂർ സൈഡിൽ നിന്ന് നല്ല ഒരു ട്രാഫിക്കുണ്ട്. നമ്മുടെ കാച്ച്മെൻറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. ഈ ഏരിയയാണ് കൊച്ചി, മേ ബി അപ് ടു ഷൊർണൂർ ഈ കൊച്ചി കേറ്റർ ചെയ്യുന്നത്. ഷൊർണൂറിനപ്പുറം കോഴിക്കോടാണ്. ഈ എല്ലാ കാച്ച്മെൻറ്റ് ഏരിയയിലും ആവശ്യത്തിന് ട്രാവലേഴ്സ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്താണ്? കൊല്ലം, കായംകുളം വരെയുള്ളതും തെക്ക് നാഗർകോവിൽ, തിരുനെൽവേലിയൊക്കെ തിരുവനന്തപുരത്തിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടെ പോകുന്നതിൻ്റെ 30% തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അപ്പം ഇത് കണക്കാക്കിയിട്ട് വേണമായിരുന്നു ഇവർ പ്രവർത്തിക്കാൻ. അതിന് പകരം എന്താ ചെയ്തത്? നെടുമ്പാശ്ശേരി വന്നപ്പോഴത്തേക്ക് ഈ 70 ഫ്ലൈറ്റുകളിൽ ഏതാണ്ട് 48 എണ്ണം ഒറ്റയടിക്ക് അങ്ങ് മാറ്റി ആഴ്ചയിൽ. പിന്നെ വന്നതൊക്കെ ഒരു വലിയ സ്റ്റോറിയാണ്. അതിന് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു ലോബി കളിക്കേണ്ട ആവശ്യമില്ല. 2 എയർപോർട്ടിനും നല്ലവണ്ണം പ്രോഗ്രസ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനിയിപ്പം നമ്മൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആണെങ്കിലും ഈ അദാനി എയർപോർട്ട്സ് അല്പം കൂടി ഇൻട്രസ്റ്റ് എടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിന്, പ്രത്യേകിച്ചും നമ്മുടെ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം, വിഴിഞ്ഞം ഉള്ളത് കാരണം അതിനനുബന്ധമായിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തേ പറ്റും. ഓക്കെ, സാറ് അദാനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ എതിർപ്പൊന്നും കൂസാതെയാണല്ലോ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്ര സർക്കാർ അദാനിക്ക് കൊടുക്കുന്നത്. അതിപ്പോൾ 5 വർഷം പിന്നിടുകയും ചെയ്തു. അന്ന് 650 ഏക്കറിലേറെ ഭൂമിയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയ നിക്ഷേപങ്ങളും വിമാനത്താവള വികസനത്തിനായി സംസ്ഥാന സർക്കാർ നൽകിയ 32 ഏക്കർ സ്ഥലവുമാണ് 50 വർഷത്തേക്ക് അദാനിക്ക് ലഭിച്ചത്. അദാനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പലരും പറയുന്നത്. ശരിക്കും വലിയൊരു വികസനം അവിടെ കൊണ്ടുവന്നോ, അതോ വികസന മുരടിപ്പാണോ ഈ അദാനി ഈ എയർപോർട്ട് ഏറ്റെടുത്ത ശേഷവും ഈ കൊച്ചി ലൂബി ഇതേ പണ്ടത്തെ കളി തന്നെയാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ അദാനി വികസനം കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമമുണ്ട് പറയാൻ, ഇല്ല എന്ന് തന്നെ പറയാം. അതാ മുരടിപ്പാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഒരു രണ്ടിൻ്റെ മധ്യത്താണ്. പക്ഷേ എനിക്കൊരു തോന്നലുണ്ട്. എൻ്റെ തോന്നൽ എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. വിഴിഞ്ഞം പദ്ധതി വരുവാനായിട്ട്, വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്നും ദുബായ് പോർട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ആദ്യകാലങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയത് കാരണം അതിനെ മറികടന്ന് ഈ വിഴിഞ്ഞം പോർട്ടിനൊരു അപ്രൂവൽ കിട്ടുകയും അതിൻ്റെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് തന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഗവൺമെൻറ് വന്നിട്ടാണ് കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അതിനെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ വന്നപ്പോഴും അതിനെയൊക്കെ കൈകാര്യം ചെയ്തത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്, LDF ഗവൺമെൻറ്റാണ് കൈകാര്യം ചെയ്തത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റ്റർബ് ചെയ്യാതെ, അത് തിരുവനന്തപുരത്തിന് തീർച്ചയായിട്ടും വലിയൊരു പ്രോജക്റ്റാണ്. അത് ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ എയർപോർട്ട് ബിഡ് ഔട്ട് ചെയ്യുന്നത്. ഈ എയർപോർട്ടിൽ കുറച്ചു കാലം
നമ്മൾ കൂളിംഗ് പീരീഡ് എന്ന് പറയും പലയിടത്തും. കൊച്ചിക്ക് പിന്നെ ഒരു ആഘാതവും വരാത്ത രീതിയിൽ തിരുവനന്തപുരം ഡെവലപ്പ് ചെയ്യാമെന്നോ മറ്റോ ഉള്ള അദാനിയുമായിട്ടുള്ളൊരു കരാർ വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ള എനിക്കറിയില്ല. ഉണ്ടായേക്കാം. കാരണം അദാനിക്ക് ഇതിലും കൂടുതൽ തിരുവനന്തപുരം എയർപോർട്ടിന് വേണ്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ആയാലും ഫെസിലിറ്റീസ് ആയാലും പല കാര്യങ്ങളിലും അദാനിക്ക് ഇതിലും കൂടുതൽ തിരുവനന്തപുരം എയർപോർട്ടിന് വേണ്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സർക്കാർ ലാൻഡ് എടുത്ത് കൊടുക്കുന്നതിൽ കാണിച്ചിരിക്കുന്ന ഒരു തണുപ്പൻ നയം തീർച്ചയായിട്ടും എൻ്റെ ഈ സംശയത്തിന് കൂടുതൽ ബലം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഒരു കൊച്ചി ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒറ്റയടിക്ക് കുറേ ഫ്ലൈറ്റ് തന്നെ കൊച്ചിയിലോട്ട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ തന്നെ നടന്നിട്ടുണ്ടല്ലോ. രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഒരു പിടിമുറുക്കുന്നത് എന്ന് പറയാം ഈ കൊച്ചി ലോബിക്ക് പിന്നിൽ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിച്ചിട്ട് ഒരു ശക്തനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് കാലങ്ങൾ കുറേ. എനിക്ക് ഓർമ്മയില്ല ഒരു ശക്തനായ നേതാവ് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്യുമ്പോഴും പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ അത് നടത്തരുത് എന്ന് പറയും. ഇതിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോബി പ്രവർത്തിക്കുന്നത്. അവർ തന്നെയാണ്, അവർക്ക് എന്ത് 12 വെള്ളിക്കാശ് കിട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, അവർ തന്നെയാണ് ഇതിനകൻസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഡെവലപ്പ് ചെയ്യാം, കൊച്ചിക്കും ഡെവലപ്പ് ചെയ്യാം, തിരുവനന്തപുരത്തിനും ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലൊരു നല്ല ഉദാഹരണം സ്റ്റേഡിയമാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എൻ്റെ പ്രോജക്റ്റായിരുന്നു. അത് ഫുട്ബോളും ക്രിക്കറ്റും കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേഡിയമായിരുന്നു. അവിടെ രണ്ടും വരാനായിട്ട് നമ്മൾ പ്രവർത്തിച്ച് പോകുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്തൊരു കുരുക്കിലാക്കി അതിനെ ഏതാണ്ട് നശിപ്പിച്ചത് തിരുവനന്തപുരത്തെ കായിക രംഗത്തുള്ള ആൾക്കാരെ ഉപയോഗിച്ച് കൊച്ചി ലോബി തന്നെയാണ് ചെയ്തത്. ഇത്രയും ഈ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള സ്റ്റേഡിയമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിലും എല്ലാം ഞാൻ ഫുൾ ഇൻവോൾവാണ്. ഞാൻ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ആ ഒരു സ്റ്റേഡിയത്തിനെ ഇങ്ങനെ ഇട്ട് യാതൊരു ഉപയോഗവുമില്ലാതെ ഇത്രയും ഒരു അവസ്ഥയിലാക്കാൻ നമ്മുടെ കേരള ഗവൺമെൻറ് മാത്രമേ കഴിയുള്ളൂ. അതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയാണ്. നേതാക്കന്മാരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, വളരെ വിഷമമുണ്ട്. വ്യക്തമായിട്ട് എനിക്ക് അതിൽ പ്രൂഫുണ്ട് ആരൊക്കെ അതിൽ ഇൻവോൾവ് ആയിരുന്നുണ്ട്. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് ISL വരണമെന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് ഞാനിതിന് ഈ ISL മാച്ചിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുകയും പരോക്ഷമായിട്ട് അത് വേണ്ട, ഇപ്പോൾ കുഴപ്പമില്ല സാറേ എന്ന് ഫുട്ബോൾ മാച്ച് അറേഞ്ച് ചെയ്യുന്നവരെ വിളിച്ച് പറഞ്ഞതും എനിക്കറിയാം. അപ്പോൾ അതുപോലെയാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഈ ലാൻഡ് അക്വിസിഷൻ്റെ കാര്യത്തിലും ഒക്കെ. ഇപ്പോൾ തന്നെ നമ്മൾ അദാനിയുടെ ചോദിച്ചു മുരടിപ്പാണോ, അല്ല, തീർച്ചയായിട്ടും അല്ല, പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കാര്യം ഇതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റീമോഡലിംഗ് ഓഫ് ദി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോർട്ടിക്കോ ഒക്കെ മോഡൽ ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ വിഷമം തോന്നി. അവിടെ ഈ വയലറ്റും ബ്ലൂവും ഒക്കെ LED ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നി മറയുന്നൊക്കെയുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് എഴുതി, അൺഫോർച്ചുനേറ്റ്ലി മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതൊക്കെ തെറ്റാണ്. അങ്ങനെ ലൈറ്റ് ഇഷ്ടമാണെന്നുള്ള അത് വേറൊരു സെക്ഷനാണ്. എയർപോർട്ടിൽ വരുന്നവർക്ക് ഈ ലൈറ്റ് വലിയ ഇഷ്ടമൊന്നുമല്ല. നമ്മൾ ഒരു എയർപോർട്ടിലും നീലയും മഞ്ഞയും വെള്ളയും ചുവപ്പും പച്ചയും ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറയുന്നൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഡൽഹി എയർപോർട്ട് അറിയാം, ബോംബെ എയർപോർട്ട് അറിയാം, ഹൈദരാബാദ് അറിയാം, ബാംഗ്ലൂർ അറിയാം. ഇവിടെയൊക്കെ ഇങ്ങനെ കളർഫുൾ ലൈറ്റുകളാണോ വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല എന്താ പറയട്ടെ, ഒരു യെല്ലോ ടിഞ്ചുള്ള ബൾബുകളാണ് ഉപയോഗിക്കുന്നത് മുഴുവൻ. ഇവിടെ കുറേ ലൈറ്റുകളുണ്ട്. അപ്പം ഞാനിവർക്ക് എഴുതി, ഇത് മോശമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ഈ ഒരു പഴയ മുൻമന്ത്രിയുടെ ഒരു പ്രസ്താവന വെച്ചിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് ഉണ്ട്, മിടുക്കന്മാരുണ്ട്, മിടുക്കികളുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കുക, അവരുടെ സഹായം കൂടെ എടുക്കുക. എന്നിട്ട് നല്ല ലൈറ്റ്സ് വയ്ക്കുക, നല്ല ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അവരെഴുതിയില്ല, ഇതൊക്കെ പിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നിട്ടൊരു ഒരു ലെറ്റർ മറുപടി തന്നായിരുന്നു.
ഇതൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് മാറാത്ത കാരണം ഞാൻ പിന്നെ എഴുതി, ഞാൻ നോക്കുമ്പോൾ നിങ്ങളിത് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്ത് പോവുകയാണല്ലോ എന്ന്. അല്ല, അതിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഒന്നും പിന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്ന ഈ എയർപോർട്ട് അവസാനം തീർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നാണക്കേടാവും കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ യാത്രക്കാരുടെ എണ്ണത്തിൽ കൂടി ഇടിവ് വന്നിട്ടുണ്ട്. അതായത് 2025 വലിയ രീതിയിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ വർഷം വന്ന വാർത്തകൾ. അതായത് കഴിഞ്ഞ വർഷം ആകെ 40 ലക്ഷം ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി കടന്നുപോയത്. 2024 അത് 48.9 ലക്ഷമായിരുന്നു. അപ്പോൾ ഈ യാത്രക്കാരുടെ ഈ കുറവ് വന്നത്, കഴിഞ്ഞ വർഷത്തെ കുറവ് വന്നത് ഈ യൂസർ ഫീയിലെ കൊള്ള മൂലമാണോ അതോ ഈ ഒരു ലോബിയുടെ പ്രവർത്തനം കൊണ്ടാണോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? യൂസർ ഫീ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂസർ ഫീ ഈടാക്കുന്ന എയർപോർട്ട് തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നത് പിന്നെ അദാനിക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ അദാനി പറയുന്നത് ഇത് ഗവൺമെൻറ് ഡയറക്റ്റീവ്, കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റീവിൻ്റെ അവരുടെ നിയമത്തിൻ്റെ അനുസൃതമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എയർപോർട്ടൊക്കെ എന്തുകൊണ്ടാണ് കുറവ്? ഇതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പോട്ടെ, യാത്രക്കാരുടെ എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു. കോവിഡിന് മുമ്പ് ഇവിടെ 45 ലക്ഷം ടച്ച് ചെയ്തതാണ്. അത് കഴിഞ്ഞ് കോവിഡ് ആയപ്പോഴത്തേക്ക് അത് നമുക്ക് വളരെ കുറഞ്ഞു. ഏതാണ്ട് 32 ലക്ഷം മറ്റോ ആയി, വളരെ കുറഞ്ഞു. അത് കഴിഞ്ഞ വർഷം എയർ ഇന്ത്യയുടെ പിന്നെ അഹമ്മദാബാദ് വിമാനാപകടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരുപാട് എയർക്രാഫ്റ്റ്സ് മാൻഡേറ്ററി ചെക്കിനായിട്ട് സർക്യൂട്ടിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പം ആദ്യം ഇവരെല്ലാം ആക്സ് ചെയ്യുന്ന തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്സാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റ് ആക്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നോൺ മെട്രോ എന്നുള്ളൊരു എക്സ്ക്യൂസ് അവർക്കുണ്ട്. അത് വെച്ചിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ആക്സ് ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിനാണ് ട്രാഫിക് കുറയുന്നത്. തിരുവനന്തപുരത്തുള്ളവർ എന്ത് ചെയ്യും? ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ വേറെ ഒരിടത്തും പോയി കയറും. തിരുവനന്തപുരത്തുള്ള യാത്രക്കാർക്ക് പോയല്ലേ പറ്റുള്ളൂ. അത് അവർ നോക്കുന്നില്ല. ഇത് ആക്സ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വേള 45 എന്നുള്ള 40, 48 എന്നുള്ള 40 ആയത്. അതുകൊണ്ടാണ് അതായത് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കുറച്ചുകൊണ്ടാണ്. അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വളരെ കൂടുതൽ കുറയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻ്റർനാഷണലിലും ഒരുവിധം വലിയ കുറവൊന്നും ഉണ്ടായില്ല, പെർസെൻറ്റേജ് വൈസ് കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഡൊമസ്റ്റിക് ഒരുപാട് കുറച്ചു. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2025 ഏപ്രിലിൽ ജാനുവരിയിൽ സമ്മർ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുമ്പം ഇവർ പറഞ്ഞ 69 ഫ്ലൈറ്റ്സ് കാണും തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിനെന്ന് പറഞ്ഞു. എല്ലാ സമ്മർ ഷെഡ്യൂളും വിൻ്റർ ഷെഡ്യൂളും അനൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പത്രപ്രസ്താവനകളൊക്കെ വരും. എൻ്റെ കയ്യിൽ അതിലൊക്കെ ഇരിപ്പുണ്ട്. ഈ പ്രസ്താവനയിൽ ഒതുക്കുന്നേ ഉള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടാകാറില്ല. ഇതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഇവിടുത്തെ പല അസോസിയേഷൻസും പറയും ഇവിടെ തിരുവനന്തപുരം ഇപ്പോൾ അങ്ങ് ആകാശം വരെ പൊങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയും. ഇത് 7-8 വർഷമായി ഞാൻ കാണുന്നു, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എന്തായാലും 69 ഫ്ലൈറ്റ്സ് ബാംഗ്ലൂർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും വന്നത് 62 ഉണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ച. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അത് 49 ഫ്ലൈറ്റായി. അത് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 42 ആയി. അന്ന് തൊട്ട് ഇന്ന് വരെ 42 നിൽക്കുകയാണ്. അത് മിക്കവാറും ഈ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ 32 ഫ്ലൈറ്റേ ഉള്ളൂ. ബാംഗ്ലൂരിന് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിനെക്കാട്ടിലും ഫ്ലൈറ്റ് ഷാർജയ്ക്കുണ്ട്. 35 ഫ്ലൈറ്റ് ഉണ്ട് ഷാർജയ്ക്ക്. അപ്പം ഈ പറയുന്ന നമ്പേഴ്സൊക്കെ പബ്ലിക്കിനെ ഹുഡ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇവിടുന്ന് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കൂടിയിട്ടൊന്നുമില്ല. കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഒരാഴ്ചയിൽ, സിമ്പിൾ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 320 ഡിപ്പാർച്ചേഴ്സ് എല്ലാവർക്കും അറിയാം. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് 320 ഡെസ്റ്റിനേഷൻ ടേക്ക് ഓഫ്സ് എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നു. കോവിഡിന് മുമ്പ് 2018 45 ലക്ഷം നമ്മൾ ടച്ച് ചെയ്തതാണ്. അത് ആ ഗ്രാഫ് ഇങ്ങനെ പൊങ്ങിയാണ് വന്നുകൊണ്ടിരുന്നത്. 45 ലക്ഷം ടച്ച് ചെയ്തതാണ്. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ആ വർഷം നമ്മൾ 49 ടച്ച് ചെയ്യും. അങ്ങനെ ആയിരുന്നു ആ ഒരു ഗ്രാഫിൻ്റെ പോക്ക്. ഈ പിന്നെ പ്രസ്താവനകൾ ഇറക്കി ഓരോ സമ്മർ ഷെഡ്യൂൾ വിൻ്റർ ഷെഡ്യൂൾ വരുമ്പോഴും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് കൂടും എന്ന് പറഞ്ഞെങ്കിൽ ഈ 320 ഫ്ലൈറ്റ്സ് എന്നുള്ള കോവിഡിന് മുമ്പുണ്ടായിരുന്നത്
കോവിഡ് കഴിഞ്ഞ് നമ്മളൊക്കെ റിവൈവ് ചെയ്ത് 2022 തൊട്ട് എടുത്താൽ തന്നെ 300-അപ്പുറം കടന്നിട്ടില്ല ഇന്നും. പിന്നെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ എയർപോർട്ട്സിലും ഈ ടയർ 2 സിറ്റീസിലുള്ള എല്ലാ എയർപോർട്ട്സിനും ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊച്ചിക്ക് ഇത്ര മോശമല്ല. 720 ഫ്ലൈറ്റ് വരെ പോയിരുന്നു. കൊച്ചി ഇപ്പം 600-ലും 650-നും ഇടയ്ക്ക് കിടന്ന് കളിക്കുകയാണ് ഫ്ലൈറ്റ് ഡിപ്പാർച്ചേഴ്സ് എ വീക്ക്. കഴിഞ്ഞ ഇപ്പം അഹമ്മദാബാദ് ക്രാഷ് കഴിഞ്ഞപ്പോൾ ഇത് 220 തിരുവനന്തപുരത്ത് 320 ഉണ്ടായിരുന്നു, 220 ഫ്ലൈറ്റ്സ് വീക്കായി. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 മാസം 3 മാസമായിട്ട് അത് 260, 258, 265 ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഇപ്പം ഈ ഫ്യൂവൽ ഹൈക്ക് വന്നപ്പം പ്രൈസ് ഹൈക്ക് അതിന് മുമ്പ് 270, 280 വരെ പോയിരുന്നു. ഫ്യൂവൽ ഹൈക്ക് വന്ന് ഇൻഡിഗോയും ഒക്കെ ഫ്ലൈറ്റ്സ് കട്ട് ഡൗൺ ചെയ്തപ്പോഴത്തേക്ക് 250-നും 60-നും ഇടയ്ക്ക് കിടക്കുകയാണ്. അത് പൊങ്ങിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ പറയുന്നതൊക്കെ നമ്മൾ എവിടം വരെ പോകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അതിന് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനതിപ്പോൾ പറയാമെങ്കിൽ പറയാം. അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു എയർപോർട്ടിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ വിജയം വരുന്നത് അതിൻ്റെ കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും വരും. അതായത് ഓരോ പർട്ടിക്കുലർ റൂട്ടിലേക്കും നമുക്ക് ഡെയിലി ഷെഡ്യൂൾ വേണം. ഇപ്പോൾ സിംഗപ്പൂർ നമ്മളെ ഡെയിലി ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ കഥയാണെന്ന് പറഞ്ഞു. 91കളിൽ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ്, അതായത് 2 ട്വിൻ ഐൽ എയർക്രാഫ്റ്റ് ആയിരുന്നു ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. എയർബസ് A300B എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. അതിൽ 310, 320 ആൾക്കാരെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് ഇൻ ഫുൾ കോൺഫിഗറേഷൻ. അത് തിരുവനന്തപുരം, സിംഗപ്പൂർ മെൽബോണോ ആണെന്ന് തോന്നുന്നു, അത് പെർത്തോ ആണ്. അവിടെ നിന്ന് തിരിച്ച് വരും. അങ്ങനെ ആയിരുന്നു ആ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് എയർ ഇന്ത്യക്കാരൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാരണം ആ ഫ്ലൈറ്റ് ഹൈദരാബാദിന് കൈമാറിയിട്ട് തിരുവനന്തപുരത്ത് സിൽക്ക് എയറിന് ഏൽപ്പിച്ചു. ആ സിൽക്ക് എയറാണ് പിന്നെ ചെറിയ എയർക്രാഫ്റ്റ് വെച്ച് ഈ ഫ്ലൈറ്റ് നടത്തിക്കൊണ്ട് ഡെയിലി ഫ്ലൈറ്റ് ഉണ്ടായിരുന്നതാണ്. ചില ദിവസങ്ങളിൽ 2 ഫ്ലൈറ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ 3 ദിവസമായി. എൻ്റെ കമ്പനിയിലെ എൻ്റെ എംപ്ലോയീസിനെ എനിക്ക് സിംഗപ്പൂർ കൊണ്ടുപോകാനായപ്പോൾ ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള ട്രാവൽ ഏജൻസി, പ്രമുഖമായിട്ടുള്ള ട്രാവൽ ഏജൻസി, കേരളത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഫാക്ട് ഇനിഷ്യലി ലാർജസ്റ്റ് ട്രാവൽ ഏജൻസി ആയിരുന്ന ഏജൻസി എൻ്റെ അടുത്ത് പറയുന്നത് ടിക്കറ്റ് തന്നു. ഞങ്ങൾ 30 പേർക്ക് ടിക്കറ്റ് തന്ന് ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്കാണ് കൊച്ചിയിൽ നിന്നാണ് ടിക്കറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി എന്തിനാണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റില്ല. അല്ല, അത് ടിക്കറ്റ് അവിടെ നിന്നാണ് ചീപ്പർ. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം നേരത്തെ ഈ ഫെയറിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ നിന്നാണ് ചീപ്പർ. അത് എന്തുകൊണ്ട് ചീപ്പായി അത് സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് അതിനകത്ത്. അത് നമ്മുടെ ഇവിടെ ഉള്ള ഏജൻസീസും കൂടെ കൂട്ടുന്നിട്ടാണ് അവിടെ ചീപ്പാവുന്നത്. കാരണം ഏജൻസീസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ് ഈ ഫെയർ. എക്കണോമിക്സിലൊരു ഇതുണ്ട്, ദി പ്രൈസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ട്രാഫിക് ഇറ്റ് ക്യാൻ ബെയർ എന്നും പറഞ്ഞൊരു റൂളുണ്ട്. അപ്പോൾ അവിടെ ചീപ്പാവുന്നത് അത്രയും ഇവിടുന്ന് ബുക്കിംഗ് കൊടുത്തിട്ടാണ്. ഈ ട്രാവൽ ഏജൻസീസ് ഇവിടെ ബുക്കിംഗ് കൊടുക്കാൻ ഇൻസിസ്റ്റ് ചെയ്താൽ, എന്തായാലും ഞാൻ അതുവഴി പോയില്ല. ഒരാൾക്ക് 10,000 രൂപ, 32,000 രൂപ അവിടുന്ന് പോവുകയാണെങ്കിൽ 22,000, ഇവിടുന്ന് പോവുകയാണെങ്കിൽ 32,000 എന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയുള്ളൂ. ഇനി അത് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നു. എൻ്റെ ഒരു വാശി. പിന്നെ ഞാൻ കമ്പനിയുടെ ഹെഡായത് കാരണം എനിക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ ലോബി നേരത്തെ പറഞ്ഞതും പിന്നെ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരമാണ്. ഇതെല്ലാം ഈ വളരെ പ്ലാൻഡായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് തിരുവനന്തപുരത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിയുടെ വർക്ക് തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഡെയിലി ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് 2 മാസമായിട്ട് ആഴ്ചയിൽ 6 ദിവസമേ ഉള്ളൂ സിംഗപ്പൂരിന് ഫ്ലൈറ്റ്. അപ്പം ഞാൻ സിംഗപ്പൂർ പോകുന്ന ഒരാൾ, ഞാൻ എന്ത് ചെയ്യും? പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത ദിവസമാണ് മിക്കവാറും. ഫ്ലൈറ്റ് ഇല്ലാത്ത ദിവസം പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത ദിവസമായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൊച്ചിയിൽ നിന്ന് പോകും. കാരണം ടു ആൻഡ് ഫ്രോ ഒരിടത്തു നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ കൊച്ചിയിൽ ആൾ കൂടും. അപ്പം ഇങ്ങനെയുള്ള പല ട്രിക്കുകളും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ലോബി നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ സാറിപ്പോൾ നേരത്തെ പറഞ്ഞു ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ ഇല്ല. ഒപ്പം തന്നെ അദാനി വിചാരിച്ചാൽ കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏർപ്പാടാക്കാൻ കഴിയും. ഒന്നിനും പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ദൂരദർശനിൽ ഒരു ചർച്ചയ്ക്ക് ഒരു CPM തന്നെ ഒരു മുതിർന്ന നേതാവ് ചർച്ചയ്ക്ക് വന്നിരുന്നു. അന്ന് ഈ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതേ ഒരു ലോബിയാണ്, കൊച്ചി ലോബിയാണ് ഇതിനും തടസ്സം നിൽക്കുന്നത് എന്ന്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പല വികസനത്തിനും ഈ ലോബി തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ വന്ന സംഭവമാണ്. ഇതിനൊരു മാറ്റം വരില്ലേ? ഇങ്ങനെ തന്നെ തുടരുമോ? ഇത് നമ്മൾ ആദ്യം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പം ഈ പിന്നെ ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, നിയമപരമായിട്ട് തിരുവനന്തപുരത്തിനാണത് കിട്ടേണ്ടത്. ഒരു ഹൈക്കോടതി ബെഞ്ച് എങ്കിലും ആവശ്യമാണ്. ഹൈക്കോർട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഹൈക്കോർട്ടാണ് കൊച്ചിക്ക് മാറ്റിയത്. അത് പലർക്കും അറിയില്ലായിരിക്കും. എന്തായാലും ശരി, ഈ ഹൈക്കോർട്ട് ബെഞ്ച് ഇവിടെ വരാത്തതിൻ്റെ കാര്യം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്കൊക്കെ ട്രാവൽ ബത്ത കിട്ടും. ഇപ്പം ഈ ഒരു എയർപോർട്ട് വേറൊരു ഇതിന് അനുബന്ധമായിട്ട് വേറൊന്ന് പറയാം. ഒരു എയർപോർട്ട് ഡിസൈറബിൾ ആവുന്ന എന്താണ്? നമുക്ക് അവിടെ ശല്യമൊന്നും ഇല്ലാതിരുന്നാൽ നമുക്ക് ഡിസൈറബിൾ ആവും. അപ്പോൾ ഞാനൊരിക്കൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെ കാറ് സർവീസിന് പോയത് കാരണം എൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു അവിടെ നിന്നൊരു ഊബർ വല്ലതും വിളിച്ച് വരാമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ പ്രീപെയ്ഡ് ടാക്സി. ഞാൻ ഊബർ നോക്കുമ്പോഴത്തേക്ക് 1600 രൂപയാണ് കവടിയാറിന് വരാനായിട്ട്. 1600 രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാർ റെന്റിനെടുക്കുന്ന പോലാണത് ഒരു ദിവസത്തേക്ക്. ഞാൻ എന്നിട്ട് പ്രീപെയ്ഡ് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പ്രീപെയ്ഡ് 600 രൂപയുള്ളൂ. പ്രീപെയ്ഡ് 600 രൂപയുള്ളെങ്കിൽ ഊബർ 500 രൂപയെ പാടുള്ളൂ. അപ്പോൾ ഇത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ പോയി അവരുടെ ടാക്സിയെ പിടിക്കാവൂ എന്നുള്ളത്. അവിടെ എത്ര പേരുണ്ട് ഈ ടാക്സി ഓപ്പറേറ്റേഴ്സ്? 50 പേര്, 100 ടാക്സി, 100ഒന്നുമില്ല, ഞാൻ എക്സാജറേറ്റ് ചെയ്യുകയാണ്. ഈ 100 പേർക്ക് വേണ്ടിയാണോ ഒരു എയർപോർട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്, കുരുതി കൊടുക്കുന്നത്? നമ്മളിത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ചങ്കൂറ്റമില്ലേ, കഴിവില്ലേ? അപ്പം യാത്ര ചെയ്യുന്നവർ വന്ന് സമാധാനമായിട്ട് ടാക്സി പിടിച്ച് പോകാം എന്നൊരു കോൺഫിഡൻസ് ഇല്ല. അതേസമയം മുമ്പൊരിക്കൽ ഇതുപോലൊരു ഇഷ്യൂ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസ് ഉൾപ്പെട്ട് അവരെ നിയന്ത്രിക്കുകയും ഇപ്പോൾ അവിടെ പ്രശ്നമില്ല എന്നാണ് അറിയുന്നത്. എനിക്കറിഞ്ഞൂടാ കറക്റ്റാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എന്തിനാ 18 ഏക്കർ എയർപോർട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് 18 ഏക്കർ എടുത്തത്? ആക്ച്വലി 128 ഏക്കറാണ് 90കളിൽ തിരുവനന്തപുരം എയർപോർട്ടിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര വിമാനത്താവളമായി ഡെവലപ്പ് ചെയ്തപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ അതിന് വേണ്ടി 128 ഏക്കറാണ് എടുത്തു കൊടുക്കാനായിട്ട് വെച്ചിരുന്നത്. അതെല്ലായിടത്തും തടസ്സം നിന്ന് അവസാനം ചുരുങ്ങി 18 ഏക്കർ ആ എയർപോർട്ടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ കൊടുക്കുക. അതായത് നമ്മുടെ ഈ ആറാട്ട് വരുന്ന ആ ഒരു മൂലയ്ക്ക് ഉണ്ട്, അവിടെ എടുത്തു കൊടുക്കാൻ. അവിടെ ഒരു കോളനിയാണ്. അവരെ പുനരധിവസിപ്പിക്കണം, യാതൊരു സംശയമില്ല. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അത് ഇതുവരെ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. ഒരു 7-8 ആൾക്കാരാണ് അതിനെതിരെ നിൽക്കുന്നത്. അവരെന്തുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി എതിര് നിൽക്കുന്നത്? അപ്പോൾ അവരുടെ പുറകിൽ ആൾക്കാരുണ്ട്, അതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ 94കളിൽ ജംബോ ഇറങ്ങാനായിട്ട് 747 ബോയിങ് 747 ഡബിൾ ഡക്കർ എയർക്രാഫ്റ്റാണ്. അത് ഇറങ്ങാനായിട്ട് തിരുവനന്തപുരത്തിന് പെർമിഷൻ ചോദിച്ചിരുന്നു എയർ ഇന്ത്യ. തിരുവനന്തപുരത്ത് എല്ലാം റൺവേ ലെങ്ത് എല്ലാം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇറങ്ങുന്ന ഫ്ലൈറ്റ് പാത്തിൽ 3 തെങ്ങ് നിൽപ്പുണ്ട്. 3 തെങ്ങാണ്. ഈ 3 തെങ്ങ് മുറിക്കാൻ ഹൈക്കോടതി, സുപ്രീം കോടതി പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ലോക്കൽ കോടതി, ഹൈക്കോടതിയൊക്കെ പോയി ഇതിങ്ങനെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും 10 വർഷം കിടന്നു, 10-11 വർഷം കിടന്നു 3 തെങ്ങ് മുറിക്കാൻ. ഇപ്പോൾ തന്നെ റൺവേ തിരുവനന്തപുരം എയർപോർട്ട് ഇന്നും ടെമ്പററി ലൈസൻസിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എന്ന് വേണമെങ്കിലും DGCAക്ക് ഈ എയർപോർട്ട് ഡീലിസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പം ടൈറ്റാനിയം സൈഡിൽ കുറേ തെങ്ങുകളുണ്ട് ഇതുപോലെ.
അത് തെങ്ങ് മുറിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ മഴ നിൽക്കുമെന്നും പറഞ്ഞ് കുറേ എൻവയോൺമെൻറ്റലിസം ഒക്കെ ഉണ്ട്. ഇവരുടെ പുറകിൽ ആരാണെന്ന് നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എപ്പോഴും കേസിലും വഴക്കിലും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്ഥലം എടുത്തു കൊടുക്കും. ഇപ്പം അദാനി ഇനി എന്തെല്ലാം ചെയ്താലും, അത് വേറൊരു കഥയാണ്. അദാനി എന്തെല്ലാം ചെയ്താലും ഒരാഴ്ചയിൽ ഒരു 350 ഫ്ലൈറ്റിൽ കൂടുതൽ തിരുവനന്തപുരം എയർപോർട്ടിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം പാസഞ്ചേഴ്സ് വന്നാൽ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അവരെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന് ഔട്ട് ബൗണ്ടായിട്ട് പോകുന്ന പാസഞ്ചേഴ്സിൻ്റെ സെക്യൂരിറ്റി ചെക്ക്, ക്ലിയറൻസ്, പിന്നെ അക്സസ് ബേസ്, ഇതെല്ലാം റെഡിയാകണം. ഇതൊന്നും ഇല്ല. ഇത്രയും ആൾക്കാർ വന്നാൽ എയർപോർട്ട് ബസ്റ്റ് അറ്റ് ഇറ്റ് സീംസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അത് വേണമെങ്കിൽ ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യണം. ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. ഈ സ്ഥലമില്ല ഇവിടെ. ആ സ്ഥലം 18 ഏക്കർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അഥവാ അതിൻ്റെ കൂടെ കുറേ കൂടെ സ്ഥലമുണ്ട്, എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്താൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓൾസോ. രണ്ടും ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും കൈകാര്യം ചെയ്യുന്ന ഡ്യുവൽ ഫെസിലിറ്റി അവിടെ വരും. അത് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ഡൊമസ്റ്റിക് സൈഡിലുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റി ഇപ്പുറത്ത് വരും. അത് വന്നാൽ അവിടുത്തെ ഒരു 8-10 ലോഡ്ജസ് ഉണ്ട്, അവരെഫക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു 5-8, ഞാനിത് പണ്ട് പറയാറുള്ളതാണ്, ഞാൻ ഇവരെ അങ്ങനത്തെയുള്ളതാണെന്ന് പറയുകയല്ല. പക്ഷെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും പ്രൊഫഷണലായിട്ടുള്ള എന്തൊരു വർക്ക് വന്നാലും അതിനെ ഒരു 4-5 ഊച്ചാളികൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും വിഴിഞ്ഞം പദ്ധതി നമ്മുടെ മുന്നിലുണ്ട്. വിഴിഞ്ഞം എങ്ങനെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിന് സഹായകരമാകും എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. നമുക്കതൊരു അടുത്ത എപ്പിസോഡായിട്ട് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു.